ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലേണിംഗ് ട്യൂട്ടോറിയലൊന്നും ആയിട്ടല്ല, ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ അടുത്ത ദിവസം ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു ഫോൺ വാങ്ങി. മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പം എല്ലായിടത്തും കേട്ടിട്ടുള്ള ഒരു ഒരെണ്ണമാണ്, നല്ലൊരു റിവ്യൂ ഒക്കെ കേട്ടിട്ടുള്ള ഫോണാണ് സാംസങ് S24. ഓക്കെ, സോ ഞാൻ ഓർത്തു ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യാമെന്ന്. കാരണം ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിലെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പഠിച്ചെടുക്കുമായിരുന്നു. സോ ഞാൻ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്, പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് AI ഫീച്ചേഴ്സാണ്. സോ അത് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. വാങ്ങിയവർക്ക് അതിനകത്ത് എന്തൊക്കെയാണ് മറ്റ് ട്രിക്സ്, എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടി പോവുക. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. S24 വന്നിരിക്കുന്നത് ഇപ്പം കറണ്ട് ഒരു 6 വേരിയൻസ് ആണ് ഇതിൻ്റെ കളേഴ്സ് ഉള്ളത്. ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ വയലറ്റ് ആണ്. ഇതിൻ്റെ ബ്ലൂ ഉണ്ട്, ആംബർ യെല്ലോ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. സോ 6 വേരിയൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിൽ വയലറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് മണി പറയാം. ഇപ്പോൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കുറച്ച് വേരിയൻസ് നമുക്ക് കാണാം പല ഷോപ്പിംഗ് സൈറ്റ്സിലായിട്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ടാണ് എടുത്തത് കേട്ടോ. സോ ഓക്സിനിൽ നിന്നാണ് എടുത്തിരുന്നത്. സോ 69,000 ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് അതിനകത്ത് 69,000 എന്ന് പറയുമ്പോഴത്തേക്കും ഫോണിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ടെമ്പർ ഗ്ലാസ് വരുന്നുണ്ട്, പിന്നെ ബാക്ക് കവർ വരുന്നുണ്ട്, ആൻഡ് ചാർജർ. അറിയില്ല, ഇപ്പോൾ ഉള്ള മിക്ക പ്രീമിയർ കൈൻഡ് ഓഫ് ഫോൺസിന് ഒന്നിനും തന്നെ ചാർജർ കൂടെ വരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഫോണിനും ചാർജർ വരും, ഹെഡ്സെറ്റിനും അല്ലേ. ഇപ്പോൾ അതൊന്നും വരുന്നില്ല, പ്രീമിയർ ഫോൺസിനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചാർജർ നമ്മൾ എക്സ്ട്രാ ആണ് മേടിച്ചത്. സോ ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ആ ഒരു പ്രൈസ് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇത് 256 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരിക. അതുപോലെ 128 GB അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് 256 GB ആണ് സ്റ്റോറേജ്, ആൻഡ് 8 GB ഇസ് ദ റാം. പിന്നെ വരുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ക്യാമറാസാണ് അല്ലേ. സോ ഞാൻ ഈ ഫോൺ എടുക്കാനുള്ള കാരണം തന്നെ പലരിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിന്ന് മാർക്കറ്റിൽ തന്നെ ഐഫോണിനൊപ്പം അല്ലെങ്കിൽ ഐഫോണിനെക്കാട്ടി കുറച്ചും കൂടെ മുകളിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഫോണിനുണ്ടെന്നാണ്. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഒത്തിരി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സോ എൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ പറയാം. റിയർ ക്യാമറ എടുക്കുവാണെങ്കിൽ 50 MP വൈഡും അതുപോലെ 12 MP അൾട്രാ വൈഡുമാണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 12 MP ആണ് എൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ ഇതിൽ Android 14 ആണ് ഇതിലുള്ള ആൻഡ്രോയിഡിൻ്റെ വേർഷൻ വരുന്നത്. നമുക്ക് ആദ്യം തന്നെ കീബോർഡിലെ AI ഫീച്ചറാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ജസ്റ്റ് ഒരു ചാറ്റ് എടുത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ഹലോ എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി AI ഫീച്ചർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു AIയുടെ ആയിട്ട് ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്: ചാറ്റ് ട്രാൻസ്ലേഷൻ, റൈറ്റിംഗ് സ്റ്റൈൽ, ആൻഡ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഓക്കെ, അതിന് ചാറ്റ് ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഏത് ലാംഗ്വേജിലോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ലാംഗ്വേജ് ആഡ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പം ബൈ ഡിഫോൾട്ട് ഇവിടെ ഇംഗ്ലീഷ് ഹിന്ദിയാണുള്ളത്. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചറാണ് ഈ കീബോർഡിൽ വരുന്നത്, റൈറ്റിംഗ് സ്റ്റൈൽ. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതികളിൽ അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് കോൺവെർസേഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഓഫീസിലേക്ക് ലീവ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഒരു ക്യാഷ്വൽ രീതിയിലാണ്, പക്ഷേ എൻ്റെ മാനേജർക്ക് അത് അയക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതി വേണം അയക്കാനായിട്ട്. സോ ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് കണ്ടോ. ഒറിജിനൽ, പ്രൊഫഷണൽ, ക്യാഷ്വൽ, സോഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏത് രീതിയിലാണോ അത് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ആ ഒരു ഓപ്ഷനിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പ്രൊഫഷണലായിട്ടും കൊടുക്കുകയാണെങ്കിൽ ആ പ്രൊഫഷണലായിട്ട് നമുക്ക് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസെർട്ട് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് ക്ലിപ്പ് ബോർഡിൽ നിന്ന് കോപ്പി ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ കീബോർഡിലെ ഫീച്ചർ നോക്കാം, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ അത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും അവിടെ വരുന്നത്. ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇൻസേർട്ട് ആവുന്ന നമ്മുടെ ആ ചാറ്റ് വിൻഡോ അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ അങ്ങോട്ട് ഇൻസേർട്ട് ആവുന്നതായിരിക്കും. സോ ഇതാണ് കീബോർഡിൻ്റെ AI ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്യുവൽ ക്യാമറ ഫീച്ചർ. അതിനായിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. ദെൻ വീഡിയോ ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ ഫോട്ടോ ആണ് ഫോട്ടോ, എന്താണ് എടുക്കാം, നോ ഇഷ്യൂസ്.
ഇതിവിടെ പോയിട്ട് ഡ്യുവൽ റെക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം നമ്മുടെ ലാസ്റ്റ് റോയിലായിട്ട്. ഡ്യുവൽ റെക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ 2 ക്യാമറ വരുന്നുണ്ട്, വന്നിരിക്കുന്നത് അതാണ് വരുന്നത്. നമുക്കിവിടെ എൻ്റെ ഓപ്ഷൻസൊക്കെ ക്യാമറ സെറ്റിങ്സൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മൾ അവിടുത്തെ ആ ഒരു സെറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഏത് ഫ്രെയിമാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ലെൻസാണോ നമുക്ക് വരേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ അറ്റ് എ ടൈം 2 പറ്റത്തുള്ളൂ, 2 ലെൻസ് മാത്രമേ ചൂസ് ചെയ്യാണ്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ചൂസ് ചെയ്യാം, ഒന്ന് നമുക്ക് ഇതും ചൂസ് ചെയ്യാം, അല്ല വേണ്ട ഇത് ഫ്രണ്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ 1 ഈസ് വൈഡ് ആൻഡ് 1 ഈസ് ഫ്രണ്ട്. ഓക്കെ, സോ ഈ 2 ലെൻസാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റെക്കോർഡിങ് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ക്യാമറ വിഡ്ജറ്റ്, നമുക്ക് ക്യാമറയിൽ വിഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് നോക്കാം. സോ ക്യാമറ ഐക്കണിൽ പോവുക, അത് നമുക്ക് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതിൽ വിഡ്ജറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. വന്നിരിക്കുന്നത് കണ്ടോ, ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം കസ്റ്റം ക്യാമറ എന്നത് കൊടുക്കുകയാണ്. ആഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. ഇപ്പം കണ്ടോ വിഡ്ജറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. സോ ബൈ ഡിഫോൾട്ട് അവിടെ വന്നേക്കുന്ന ഓപ്ഷൻ മോസ്റ്റ് റീസെൻറ്റ് ഇമേജ് ഇൻ ദ ക്യാമറ ആൽബം എന്നാണ് വന്നേക്കുന്നത്. ബട്ട് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുത്ത് സെലക്ട് ആൻ ഇമേജ് കൊടുക്കാൻ പറ്റും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വിഡ്ജറ്റ് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ബേബിയുടെ പിക്ചർ കൊടുത്തു. സോ കണ്ടോ ക്യാമറ വിഡ്ജറ്റ് സെറ്റ് ആയത്. നമുക്ക് പിന്നീട് ആ കസ്റ്റം ക്യാമറ നമുക്ക് എടുക്കണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് എടുക്കുമ്പോൾ അതിൽ ഏത് സെറ്റിങ്സ് ആണ് വേണ്ടത് അത് വെച്ചിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. സോ ദാറ്റ് ഈസ് വിഡ്ജറ്റ് സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് അനദർ കൂൾ ഫീച്ചർ. എന്താണെന്ന് നോക്കാം. മറ്റൊന്നല്ല, അലാമിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. സോ അതിനായിട്ട് നമ്മുടെ ടോപ്പ് ബാറിൽ പോയിട്ട് കൊടുക്കാം, അലാം എന്ന് കൊടുക്കാം. സോ വന്നിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് അലാമാണ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടെന്ന് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ 8 o'clock സെറ്റ് ചെയ്തു, മറ്റ് 9 o'clock സെറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് തൽക്കാലം 8:20 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ദെൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സോ കൊണ്ട് അലാം ബാക്ക്ഗ്രൗണ്ട് കാണാം. ഞാൻ ഒരെണ്ണം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്നിട്ട് മുകളിൽ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ബട്ടൺ ഉണ്ട്, അതേ കൊടുക്കുക. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓൾറെഡി ഫീച്ചർഡ് ആയിട്ട് കുറച്ചിടം കിടപ്പുണ്ട്. അല്ലാണ്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഓർ ഫോട്ടോസ് എന്ന് വേണം കൊടുക്കാം. അപ്പം ആ അലാം അടിക്കുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും വരിക. ഓക്കെ, സോ ദാറ്റ്സ് വെരി നൈസ്. നെക്സ്റ്റ് സർക്കിൾ ടു സെർച്ച് എന്നൊരു ഫീച്ചറാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഏതെങ്കിലും ഒരു പിക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്യുക. ദെൻ അവിടെ പോയിട്ട് നമ്മുടെ ഹോം ബട്ടൺ ഉണ്ടല്ലോ, അവിടെ അതിൽ ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ പോലെ വരുന്നുണ്ട്. ഓക്കെ, അവിടുന്ന് നമുക്ക് സർക്കിൾ ഓർ ടാപ്പ് എനിവർ ടു സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഏത് പോസ്റ്റാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് ആ ഫ്ലവർ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുന്നു. കൊണ്ടോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നു. ആ ഒരു പിക്ചറുമായി റിലേറ്റ് ചെയ്ത കാര്യം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതൊരു അഡിനിയം പ്ലാന്റ് ആണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. സോ ഇതാണ് സർക്കിൾ ടു സെർച്ച് എന്നുള്ള ഓപ്ഷൻ. അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണെന്ന് ഞാൻ പറയും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് AI നോട്ട്സ് ആണ്. സോ നോട്ട്സ് എന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ. സോ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് ഉണ്ടല്ലോ, PDF ഉണ്ട്, വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതിലൊരെണ്ണം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ റെസ്യൂമേ കിടപ്പുണ്ട്. സോ അത് ചൂസ് ചെയ്തു. ദെൻ താഴെ നമുക്ക് ആ ഒരു ബാറിൽ കാണാനായിട്ട് പറ്റും AI ഫീച്ചർ. അത് പ്രസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമുക്ക് ഓപ്ഷൻ വരുന്നത് സമ്മറൈസ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. സോ സമ്മറൈസ് നമ്മൾ കൊടുക്കുകയാണ്. സമ്മറൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സമ്മറി നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ലേണിംഗ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു സമ്മറി എടുക്കാനായിട്ട് വളരെ ഈസിയർ ആയിരിക്കും. ആ കംപ്ലീറ്റ് നമ്മൾ ഫുൾ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് നമുക്ക് പിക്ചർ എക്സ്ട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്ലോ മോഷൻ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതങ്ങനെ കാണിക്കാം. എന്നിട്ടൊരു വീഡിയോ ഓപ്പൺ ചെയ്യാം. ദെൻ കണ്ടോ ഈ വീഡിയോ അപ്പം ജസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പം എവിടെയാണ് നിങ്ങൾക്ക് സ്ലോ മോഷൻ വേണ്ടത് അവിടെ ലോങ് പ്രസ് ചെയ്യുക. കണ്ടോ നമുക്കകത്തു ജസ്റ്റ് കണ്ടോ ഫേസ് കണ്ടോ സ്ലോ മോഷൻ വന്നേക്കുന്നത്. നമ്മൾ ദെൻ നമ്മുടെ ഫിംഗേഴ്സ് മാറ്റി കഴിയുമ്പോഴത്തേക്കും വീണ്ടും നോർമൽ ആകുന്നു. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷനാണ് നമുക്ക്
നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, സ്റ്റിക്കേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓപ്ഷൻ കണ്ടോ, സേവ് സ്റ്റിക്കർ കൊടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ സ്റ്റിക്കേഴ്സ് വന്ന് പല ഫോമിൽ ഏത് വേണമെങ്കിലും നമുക്ക് അതിന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പിക്ചറായിട്ട് സേവ് ചെയ്യാൻ പറ്റും. സേവ് ആൻ ഇമേജ് എന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പിക്ചറായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് മറ്റൊരു ഫീച്ചറാണ്.